ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സ്വന്തം നാത്തൂൻസ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അത്തത്തിന്റെ 3-ാം ദിവസം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഇഞ്ചിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. ഇത് ചില നാടുകളിൽ ഇഞ്ചിപ്പുളി എന്നും പുളി ഇഞ്ചി എന്നും ഒക്കെ അറിയപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. മറ്റു കറികളെ അപേക്ഷിച്ച് ചെറിയൊരു കറിയാണെങ്കിലും ഇത് സദ്യക്ക് വളരെ പ്രധാനപ്പെട്ട കറികളിൽ ഒന്ന് തന്നെയാണ്. ഇത് നമ്മുടെ ദഹനത്തിന് വളരെയേറെ സഹായം ചെയ്യുമെന്ന് മാത്രമല്ല, പഴമക്കാർ ഇതിനെ 101 കറിക്ക് സമാനമായ കറി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇതിനായിട്ട് നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയന്റ് ഇഞ്ചിയാണ്. ഞാനിവിടെ ഏകദേശം 100 ഗ്രാമോളം ഉള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് അടുത്ത് വേണ്ടത് ഒരു സവാളയും 2 പച്ചമുളകുമാണ്. ഞാനിവിടെ സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. ഇനി ഞാൻ ഒരു തണ്ട് കറിവേപ്പില കൂടി എടുക്കുന്നുണ്ട്. കറിവേപ്പില ഇടണമെന്ന് നിർബന്ധമില്ല, അത് ഓപ്ഷണലാണ്. കറിവേപ്പിലയുടെ ഫ്ലേവർ താല്പര്യമുള്ളവർക്ക് അത് ഉപയോഗിച്ചാൽ മതി. ഒരു ചെറിയ നാരങ്ങയുടെ വലിപ്പത്തിലുള്ള വാളംപുളി കൂടി എടുത്തിട്ടുണ്ട്. കുറച്ച് ശർക്കര കൂടി ഇതിനായിട്ട് നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത പുളി കുറച്ച് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. ഈ പുളിവെള്ളം വേണം നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇഞ്ചിയും ചെറുതായിട്ട് കൊത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതുപോലെ ചെറിയ വലുപ്പത്തിൽ വേണം ഇഞ്ചി അരിഞ്ഞെടുക്കാൻ. ഇനി നമുക്ക് ഈ ഇഞ്ചിക്കറി എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി എടുത്തു വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ചൂടായതിനു ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം സവാളയും പച്ചമുളകും കൂടി ഇഞ്ചിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് കൂടി ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർക്കണമെന്ന് നിർബന്ധമില്ല, അത് തികച്ചും ഓപ്ഷണലാണ്. ഇനി ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നിടം വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കുറച്ച് സമയം എടുക്കും. ഒരു 10 മിനിറ്റ് എങ്കിലും ഇത് നല്ലപോലെ ഇളക്കി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറം ആക്കിയെടുക്കുക. ഈ ഒരു കളറിൽ നമുക്കിത് കിട്ടിയാൽ മതി. ഇനി അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇഞ്ചിക്ക് തന്നെ ഒരു എരിവുള്ളതുകൊണ്ട് മുളക് പൊടി 1/2 ടീസ്പൂണിൽ കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. പൊടികൾ ചേർക്കുമ്പോൾ അത് കരിയാതിരിക്കാൻ ഗ്യാസ് എന്തെങ്കിലും ഓഫ് ആക്കിയോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇടുകയോ ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പുണ്ടോ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ഇടാം. സാധാരണ നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന പുളിക്ക് കുറച്ച് ഉപ്പ് ചേർക്കാറുണ്ട്. അതും കൂടെ ശ്രദ്ധിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ ചീകി വെച്ചിരിക്കുന്ന ആ ശർക്കര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശർക്കര ചേർക്കുമ്പോൾ ഇഞ്ചിയുടെയും മുളക് പൊടിയുടെയും ഒക്കെ ആ എരിവ് ഒന്ന് ബാലൻസ് ചെയ്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഇഞ്ചിക്കറിക്ക് കിട്ടുന്നത്. ഇതുപോലെ ശർക്കര പൊടിച്ചല്ലാതെ പാനിയായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മധുരത്തിന്റെ അളവിനനുസരിച്ച് ശർക്കരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇതൊന്ന് കുറുകി വരുന്നിടം വരെ നന്നായിട്ട് ഇടവിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിരിക്കും തോറും ഇത് കുറുകിക്കൊണ്ടിരിക്കും. ഇതിപ്പോ ഏകദേശം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ മതിയാകും. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് അല്പം നേരം ഒന്ന് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കുറുകി വരും. അങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇഞ്ചിക്കറി ഉണ്ടാക്കിയതിനു ശേഷം 3-4 മണിക്കൂറെങ്കിലും കഴിഞ്ഞ് സെർവ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒരു ദിവസമൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഒരാഴ്ചയോളം ഇഞ്ചിക്കറി കേടുകൂടാതെ നമുക്ക് പുറത്ത് സൂക്ഷിക്കാൻ പറ്റും. ഇനിയിപ്പോ ഫ്രിഡ്ജിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ആഴ്ചകളോളം ഇഞ്ചിക്കറി കേടാകാതെ ഇരുന്നോളും. എല്ലാവരും ഈ ഇഞ്ചിക്കറി ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അത്തം 10 രുചിയിൽ ആദ്യത്തെ 2 ദിവസം ഇട്ട തൈര് പച്ചടിയുടെയും പരിപ്പ് കറിയുടെയും വീഡിയോ എല്ലാവരും മറക്കാതെ കാണണം. അപ്പൊ നാളെ മറ്റൊരു ഓണ വിഭവമായി എത്തുന്നവരേക്കും ബൈ.